ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റവയും പഴവും ഉപയോഗിച്ചുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. പുറമേ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള നമ്മളുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. വീട്ടിൽ സാധാരണഗതിയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റവയും പഴവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തത്, മീഡിയം സൈസിലുള്ളത്. അത്യാവശ്യം പഴുത്ത പഴമാണ് എടുത്തത്. പിന്നെ റവ ഞാൻ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്, നേരിയ വറുത്ത റവ. അപ്പോൾ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാം. പഴം ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെയ്യിൽ ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് വരും. നല്ല പഴുത്ത പഴം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ വരിക. ഇപ്പോൾ അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇളക്കുമ്പോൾ ഇതുപോലെ ഉടച്ചു കൊടുത്തിട്ട് ഇളക്കുക. നമ്മളെ പഴമൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വരണം. അപ്പോൾ നോക്കൂ, ഞാനിതിപ്പോൾ നമ്മൾ ആ ഒരു ഉപയോഗിക്കുന്ന സ്പാറ്റിൽ ഉപയോഗിച്ച് തന്നെ ഞാനിതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരിക്കൽ സോട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നോക്കൂ, നല്ലപോലെ ഉടഞ്ഞും വെന്തും വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മളുടെ പഴവും തേങ്ങയും നല്ലപോലെ യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ തേങ്ങയും പഴവും നല്ലപോലെ യോജിച്ച് വരും. ഇപ്പോൾ ആ തേങ്ങയും പഴവും നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ശർക്കര പൊടിച്ചതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മുഴുവൻ എടുത്തിട്ടില്ല, അതിൽ കുറച്ച് കുറവുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശർക്കര ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അതിൽ മണ്ണും തരികളൊന്നും ഇല്ലയെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും തരികളും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് ശർക്കര പാനി ആക്കിയതിന് ശേഷം മാത്രം യോജിപ്പിച്ച് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കര നമ്മളുടെ പഴവും തേങ്ങയായിട്ടൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ശർക്കര പാനി ആക്കിയാലും ഈ ഒരു പരുവം വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർക്കുന്നത് റവയാണ്. 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വറക്കാത്ത റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയത് വറുത്ത റവ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോയിൽ വെച്ചാൽ മതി. ആ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ റവ ആ ഒരു നേരത്തെ ഉണ്ടാക്കിയ മിക്സുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പഴത്തിലുള്ള ആ ഒരു ഈർപ്പത്തിൽ നമ്മളുടെ റവ നല്ലപോലെ യോജിച്ച് വന്നോളും. അപ്പോൾ ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് തണുക്കട്ടെ, നമ്മളുടെ കയ്യിനെ കൊണ്ട് കുഴക്കാൻ പാകത്തിന്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഞാനതപ്പോൾ കൈ കൊണ്ട് കുഴച്ചിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെയുള്ള ഡോ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നല്ലപോലെ അമർത്തി ഒന്ന് കുഴച്ചെടുക്കാം. കാരണം അതിൽ പഴത്തിൻ്റെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞ് വരികയും ചെയ്യും, നല്ലപോലെ യോജിച്ച് വരികയും ചെയ്യും. കാരണം നമ്മുടെ പഴം നല്ലപോലെ ഉടഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കൂ, നമ്മളുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ നല്ല ചപ്പാത്തിക്കൊക്കെ ഉള്ള പോലെ തന്നെയാണ് ഉള്ളത് കൂട്ടുള്ളത്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ വലുപ്പവും വണ്ണവും ഒക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതൊക്കെ അവനവൻ്റെ താല്പര്യപ്രകാരമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഉരുള എടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ച് അമർത്തിയിട്ട് ഒന്ന് എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഷേപ്പ് കിട്ടിക്കോളും. വെറുതെ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഷേപ്പ് അവനവൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു രീതിക്ക് തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് കൊടുത്തത് കുട്ടികൾക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിനോടാണ് കൂടുതൽ താല്പര്യം കണ്ടിട്ടുള്ളത്. ഉണ്ടയാകുമ്പോൾ ലഡു ആണെന്നുള്ള ആ ഒരു പരിഗണനയാണ് കൊടുക്കാറ്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ആദ്യമേ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചത് അത്യാവശ്യം നല്ലപോലെ തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റവയുടെ ആ ഒരു കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ്. ഒന്നുകിൽ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് അവനവൻ്റെ താല്പര്യപ്രകാരം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പം എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി ഒരു ഭാഗം ക്രിസ്പി ആകുമ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശർക്കര ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പിംഗ് എൻ്റെ അടുക്കുന്ന നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പം എല്ലാം കൂടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവയും പഴവും ഉപയോഗിച്ചുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ അല്പം ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഒരു അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ടാകും. പഴത്തിൻ്റെ ഫ്ലേവറാണ് നല്ലപോലെ മുന്നിട്ട് നിൽക്കുക. കാരണം നമ്മളിവിടെ 2 പഴുത്ത പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.